ഗുഡ് മോർണിംഗ്. നാളെ ഓണമാണ്, ഇന്ന് ഉത്രാടമാണ്. അങ്ങനെ നമ്മുടെ ഉത്രാടത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിക്കാൻ പോണത്. ലോങ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചേക്കണേ. ഉത്രാടവും തിരുവോണവും കൂടി ഒരുമിച്ച് ഒരു ലോങ് വീഡിയോ ആയിട്ട് കാണിക്കാം. നമ്മുടെ വിശേഷങ്ങൾ, നമ്മൾ ഓണത്തിന് ചെയ്യുന്ന നമ്മുടെ കാര്യങ്ങൾ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പണ്ടുള്ളവരൊക്കെ പറയും ഉത്രാടപ്പാച്ചിലാണെന്ന് പറയും. അപ്പോൾ ഇത്ര വലിയ പാച്ചിലൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു തിരക്കൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. പ്ലസ് നാളത്തെ തിരുവോണത്തിൻ്റെയും കൂടി ഒറ്റ വീഡിയോ ആക്കി കാണിക്കാം. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നല്ല പണികൾ നടക്കുകയാണ്. ഓണം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ ടാങ്ക് ക്ലീനാക്കി, മുറ്റം ക്ലീനാക്കി, മാറാമ്പില ഒക്കെ അടിച്ച് വാരി, അങ്ങനെ കുറേ പണികൾ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞി പുല്ലുകൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ മുളച്ച് നിൽപ്പുണ്ട്. അതൊക്കെ ഞാനും അമ്മയും കൂടെയൊക്കെയാണ് എടുത്ത് ക്ലീൻ ചെയ്തത്. ഇത് മഴ പെയ്യണല്ല കേട്ടോ, ഇത് ടെറസ് ക്ലീൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ നേരെ കുളിച്ച് ചെറിയൊരു പൂക്കളൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പൂക്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡിസൈനുകളും അതൊന്നുമല്ല. നോർമൽ ഒരു കുഞ്ഞു പൂക്കളം, ഒരു പേരിന് നമ്മളിടും. അങ്ങനെ നമ്മൾ ചെയ്യാറുള്ളൂ. കാരണം അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എനിക്കും അമ്മയ്ക്കും സമയമില്ല, ക്ഷമയുമില്ല, പിന്നെ അറിയില്ല. എനിക്കിങ്ങനെ ഡിസൈൻ വെച്ച് അങ്ങനെ ചെയ്യാൻ എനിക്കറിയില്ല. ഇങ്ങനെ കുട്ടി പൂക്കളെ ചെയ്യത്തുള്ളൂ. അന്ന് ഞാനാ ചെയ്തത്. പിന്നെ അമ്മ ദേ കുഞ്ഞി പുല്ലൊക്കെ പറിച്ചു. പിന്നെ ഇതേ നമ്മുടെ സ്ഥിരം മാവേലി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനൊന്ന് ആദ്യം ഒന്ന് കുളിപ്പിച്ചു. പിന്നെ നമ്മുടെ കൃഷ്ണനെ ഒന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ്റെ ഭംഗിയായിരിക്കട്ടെ. ഓണമൊക്കെ അല്ലേ, അപ്പം നമുക്ക് ഓണക്കോടിയൊക്കെ എടുക്കണം അല്ലേ? സാധനങ്ങൾ ഇഷ്ടം പോലെ മേടിക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിക്കുകയാണ്. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. ഇപ്പോഴത്തെ ഇങ്ങനെ കിറ്റിലാണ് പല പൂക്കളൊക്കെ ഇങ്ങനെ കിറ്റായിട്ട് റെഡിമെയ്ഡ് ആയിട്ട് കൊടുക്കുകയാണ്. ഒരു സൈഡിൽ ഇതേ കായ വറക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ തിരക്കുകൾ കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. കാരണം ഓണമായാലും വിഷു ആയാലും അല്ലേ, നമ്മുടെ ടൗണിൽ എവിടെ നോക്കിയാലും പൂക്കളും മാവേലിയും പഴക്കൊലകളും ഒരു പ്രത്യേക തന്നെ ഭംഗിയാണ് ആ സമയത്ത് നമ്മുടെ ടൗൺ കാണാൻ. അതുകൊണ്ടാണ് ഈ ഉത്രാടത്തിനെ ഉത്രാടപ്പാച്ചൽ എന്ന് വിളിക്കുന്നത്. എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. പിറ്റേ ദിവസം ഓണം, വീട്ടിൽ നിന്ന് ആൾക്കാർ. നമ്മുടെ വീട്ടിലതേ പഴക്കൊല തൂക്കാട്ടോ. നമ്മൾ അത്തത്തിൻ്റെ അന്നും അതുപോലെ തന്നെ തിരുവോണത്തിൻ്റെ അന്നൊക്കെ നമ്മൾ പഴം പുഴുങ്ങിയതൊക്കെയാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അതുപോലെ തന്നെ ഓണം കൊള്ളുമ്പോൾ ആ സമയത്ത് നമ്മൾ പഴം അങ്ങനെ നേദിക്കാനൊക്കെ വെക്കുമല്ലോ. ചെറിയൊരു പഴക്കൊലയാണ് നമ്മൾ ഉദ്ദേശിച്ചത്, പക്ഷേ ഇത്തിരി വലുതായിപ്പോയി. കാരണം ഇത്ര അധികം പഴം നമ്മൾ തിന്നില്ല. കാരണം ഈ 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ തിന്നില്ല. ഇവിടെ ദേ നമ്മുടെ സദ്യയുടെ മെയിനായിട്ടായ പുളിയിഞ്ചി റെഡിയായി. നമ്മൾ വറുത്തിട്ടിട്ടില്ല, പിറ്റേ ദിവസം ആണ് വറുത്തിടുന്നുള്ളൂ. കടുകും കരിവേപ്പിലൊക്കെ ഇട്ട് പിറ്റേ ദിവസം വറുത്തിടാമെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ വടുകപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇത് എടുത്ത ആംഗിളൊന്നും ഇത്തിരി തെറ്റിപ്പോയിട്ടോ, ഞാൻ എടുത്ത് ഫോക്കസ് ചെയ്ത് തെറ്റിപ്പോയി. ഇതും എൻ്റെ പണിയാണ്. ഇതൊക്കെ ഞാനാണ് അരിഞ്ഞത് ഗൈസ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ശർക്കര പാവ് അടക്കി മതിയില്ലേ? നമ്മളിത് അട ഉണ്ടാക്കാൻ വേണ്ടി ഇല ചൂടുക കേട്ടോ. ഇല ചുട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ വാഴയിൽ തന്നെയാണ്, നമ്മുടെ വാഴയിലാണ് നമ്മൾ അട ഉണ്ടാക്കാൻ പോവുക. ഇതും എല്ലാ കൊല്ലവും എൻ്റെ പണിയാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അറിയാണ്ട് ഇത് വായിപ്പോവും. കാരണം വായിലെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ കാരണം ഇത് നമുക്ക് നേദിക്കാനുള്ളതാണല്ലോ, അപ്പോൾ അത് അതിന് മുന്നേ കഴിക്കരുത് എന്നൊക്കെ പറയും. ഇതും എടുത്തപ്പോൾ ആംഗിളൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അട റെഡിയായി. ഇത് നമ്മുടെ പുതിയ മാവേലിയാണ്. അപ്പോൾ അതിന് നമ്മൾ കോടി പൂശേണ്ട കാര്യമില്ല. ബാക്കി എല്ലാത്തിനും നമ്മളൊന്ന് കോടി പൂശും. നമ്മൾ ഇഷ്ടികപ്പൊടി കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു തവണ അടിച്ചു കഴിഞ്ഞതാണ്. ഇത് രണ്ടാമത്തെ ജസ്റ്റ് ഒന്ന് അടിക്കുകയാണ്. ഇതും എൻ്റെ പണിയാണ്. എല്ലാ കൊല്ലവും ഇത് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇതെല്ലാം എൻ്റെ മുത്തശ്ശൻ വറുത്തതാണ്. മുത്തശ്ശൻ ഈ 86ാമത്തെ വയസ്സിലും ഇതിന് ഭയങ്കര എക്സ്പേർട്ടാണ്. നമ്മുടെ പേരിന് വീട്ടിൽ 2 കായ എടുത്ത് വറുത്തുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം മുത്തശ്ശൻ വറുത്തതാണ്. ഇനി നമുക്ക് ഓണം കൊള്ളണ്ടേ. ഇത് നമ്മൾ അണിയണതാണ്. ഇത് ഇലയുടെ മുകളിലൊക്കെ അണിയും. രാവിലെ 5:30-6 മണിയാകുമ്പോഴത്തേക്കും ഓണം കൊള്ളും. അതായത് സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത്, അതിന് മുന്നേ ചെയ്യണമെന്നാണ് ശരിക്കും പറയുക. അപ്പോൾ തൊട്ട് കുറേ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ വീട്ടിലെ
ഏറ്റവും മൂത്ത കാരണവരാണത് ചെയ്യുക. അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനാണത് ചെയ്യുക. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഈ മാവേലീനെ ഇങ്ങനെ അണിയൽ ഒക്കെ നമ്മുടെ പരിപാടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഗേറ്റിൻ്റെ അവിടം വരെ നമ്മളിങ്ങനെ അണിഞ്ഞ് വെക്കും. കാരണം അതെന്തോ ഒരു ഐതിഹ്യം അതിൻ്റെ പുറത്തുണ്ട്. മാവേലി വന്നു എന്ന് അറിയിക്കാനോ അങ്ങനെ എന്തൊക്കെയോ ആണത് കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഇത്തവണയാണെങ്കിൽ കുറേ തുമ്പപ്പൂവ് കിട്ടി. കാരണം എല്ലാ തവണയും തുമ്പപ്പൂവ് അങ്ങനെ കിട്ടാറില്ല. പക്ഷേ ഇത്തവണ കുറേ തുമ്പപ്പൂവ് കിട്ടി. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മുല്ലപ്പൂ നമ്മൾ മേടിച്ചതാണ്. നമ്മളിതിനെ നനഞ്ഞ തുണിയിലെടുത്ത് വെക്കും. കാരണം നാളെ നമുക്കും ചൂടണം, കൃഷ്ണനും ചൂടിക്കണം. അതിന് വേണ്ടി നമ്മളിങ്ങനെ നനഞ്ഞ തുണിയിലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഇതാണ് ഓണം കൊള്ളുന്ന ചടങ്ങ്. ഇത് രാവിലെ നമ്മളൊരു 5:30-6 മണിയോട് കൂടി തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുന്നേ ചെയ്യണം, കാക്ക കരയുന്നതിന് മുന്നേ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് പറയുക. ഇപ്പോൾ ഇത് ചെയ്ത് വന്നപ്പോൾ ഇത്തിരി വെളുപ്പാങ്കാലമായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തൊഴാനായിട്ട് പോയിട്ടോ. നമ്മൾ 2-3 അമ്പലത്തിൽ പോയി. ഒരു അമ്പലത്തിലെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. നമ്മൾ മാരിയമ്മൻകോവിലാണ് പോയത്. ഒരു തമിഴന്മാരുടെ അമ്പലമാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ആ അമ്പലത്തിൽ പോയി അത് കഴിഞ്ഞ് തൊഴലും പിടിക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയത് പായസം മേടിക്കാനാണ്. നമ്മൾ 2 പായസമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പാലടയും പരിപ്പും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിലും വലിയ ക്യൂ ആയിരുന്നു. ഹലോ, എല്ലാവർക്കും തിരുവോണാശംസകൾ. ഇവിടെ ഓണത്തിൻ്റെ ഇതിങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിലൊക്കെ പോയി ഒന്ന് ഫോട്ടോ സെഷനൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയുള്ളൂ. അപ്പോൾ എല്ലാവരുടെ ഓണം എവിടം വരെയായി, ഇനി ബാക്കി വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. അമ്പലത്തിലൊക്കെ നല്ല തിരക്കായിരുന്നു. 2-3 അമ്പലത്തിൽ പോയി, നല്ല തിരക്കായിരുന്നു അമ്പലങ്ങളിലൊക്കെ. പിന്നെ പായസം മേടിച്ച് ഇപ്പോൾ വന്നുള്ളൂ. ബാക്കി വീഡിയോസ് നമുക്ക്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിങ്ങനെ അണിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ ഒരാളെയും കൂടി കൊണ്ടുവയ്ക്കും എന്നുള്ളത്. എന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ അടയും പഴം പുഴുങ്ങിയതും ശർക്കര ഉപ്പേരി, കായ വറുത്തത്, അതുപോലെ തന്നെ നുറുക്ക്, കായ വറുത്തതിൻ്റെ നുറുക്ക്, ചായ, ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുക. ഇന്നത്തെ ദിവസം അങ്ങനെയാണ് കഴിക്കുക. വേറെ പുട്ട്, കടല, വക ഐറ്റംസ് ഒന്നും നമുക്കൊന്നും ഉണ്ടാവില്ല. അത് അതിൻ്റെ ഒരു രീതിയാണ്. ഇവിടെ അമ്മയും ഞാനും കൂടെ ഷെയർ ഇട്ടിട്ട് അവിയൽ കഷ്ണമൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും എല്ലാം നമ്മൾ അരിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പൂക്കളിടാൻ വേണ്ടി പോയിട്ടോ. കുറേ പൂ ബാക്കിയുണ്ട്. അപ്പം ഞാനത് പൂക്കളിടാമെന്ന് വിചാരിച്ചു. ഓണമായതുകൊണ്ട് നമ്മൾ നമ്മുടെ ഗുരുവായൂരപ്പനെ ഇങ്ങനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് നിർത്തിയിട്ടുണ്ടേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് വെക്കും. എന്നിട്ട് അച്ഛനിങ്ങനെ ഓണം കൊള്ളുമ്പോൾ ചോദിക്കും, മാവേലി വന്നോ പോയോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് ഒരു ചടങ്ങാണ്. അത് കേൾക്കാൻ രസമാണ്. പിന്നെ ഞാനും അമ്മയും കൂടി പപ്പടമൊക്കെ വറുത്തു, മെയിൻ ഐറ്റം. പിന്നെ നമുക്ക് കാളനിലിടാനായിട്ട് കുറച്ച് കരുവേപ്പില പറിക്കാനായിട്ട് പോയി. ഊണെല്ലാം റെഡി ആയപ്പോൾ നമ്മൾ സദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മ കാർന്നോന്മാർക്ക് വെക്കാനായിട്ട് പോയിട്ടോ. കാർന്നോന്മാർക്ക് കാക്ക ഒന്ന് തിന്നോ? കാക്കയൊക്കെയാണോ കാർന്നോന്മാർക്ക്? ശനിദോഷം തീരാൻ. ദേ നമ്മുടെ സദ്യവട്ടങ്ങളാണ്. 2 തരം പായസം, കൂട്ടുകറി, സാമ്പാർ, കാളൻ, മറ്റേ ഇഞ്ചി മോരും, വടുകപ്പുളി, പുളിയിഞ്ചി, അവിയൽ, ചിപ്സ്, പഴം, അട, പപ്പടം, ചോറ് എല്ലാം ഉണ്ട്. രാത്രി ആയപ്പോൾ ഞാനും അമ്മയും കൂടി ഇരുന്ന് സിനിമ കാണാം കേട്ടോ. പടക്കളം സിനിമ ഇരുന്ന് കാണുകയാണ്. അച്ഛനാണെങ്കിൽ വേറെ സിനിമ കാണാൻ വേണ്ടി പോയി, തിയേറ്ററിൽ പോയി കാണുകയാണ്. അപ്പോൾ ഞാനും അമ്മയും അത് ഓൾറെഡി കണ്ട കാരണം ഞങ്ങൾ ഹോട്ട്സ്റ്റാറിലിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനമ്മ യൂഷ്വലി സിനിമ കാണുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആ ഒരു സെറ്റപ്പിലാണ് ഞങ്ങൾ സിനിമ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഓണം വിശേഷങ്ങൾ. എല്ലാവരുടെയും ഓണം നന്നായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്, എടുത്ത ആംഗിളൊക്കെ കുറച്ച് തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ട്. എന്നാലും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.